കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ 7 പരാതികൾ തീർപ്പാക്കി. അദാലത്തിൽ 38 പരാതികളാണ് പരിഗണിച്ചത്. ദുർമന്ത്രവാദത്തിനും ആഭിചാര ക്രിയകൾക്കും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ചൂഷണത്തിനെതിരെ ഇടപെടുവാൻ ജാഗ്രതാ സമിതികൾക്ക് നിർദ്ദേശം നൽകുമെന്നും കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ നടത്തിയ അദാലത്തിൽ 38 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 7 എണ്ണം തീർപ്പാക്കി. 31 എണ്ണം അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. പുതുതായി ഒരു പരാതി ലഭിച്ചു. അഡ്വക്കേറ്റ് പി സിന്ധു, ASI അനിത, ലീഗൽ അസിസ്റ്റന്റ് രമ്യ, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജ്യോതി എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു. മലബാറിൽ പലയിടങ്ങളിലും സ്ത്രീകളെ മുൻനിർത്തിയുള്ള ദുർമന്ത്രവാദവും ആഭിചാര ക്രിയകളും രഹസ്യമായി നടക്കുന്നതായി വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സ്ത്രീകളെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഇടപെടുവാൻ ജാഗ്രതാ സമിതികൾക്ക് നിർദ്ദേശം നൽകുമെന്നും കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. കൂടുതലായിട്ടും കാണുന്ന ഇപ്പം മലബാറിൽ പലയിടങ്ങളിലും സ്ത്രീകളെ മുൻനിർത്തിയിട്ടുള്ള ദുർമന്ത്രവാദവും അതുപോലെ തന്നെ ആഭിചാര ക്രിയകളൊക്കെ വളരെ രഹസ്യമായിട്ട് നടക്കുന്നതായിട്ട് വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില ജില്ലകളിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടുണ്ട്. സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടപ്പെടേണ്ട ആവശ്യകത മനസ്സിലാക്കി ഈ വിഷയം വളരെ ഗൗരവമായി ഏറ്റെടുത്ത് വനിതാ കമ്മീഷൻ കൈക്കൊള്ളാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളെ അവരുടെ വിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത് ഇത്തരത്തിൽ അവരെ ചൂഷണം ചെയ്ത് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദത്തിലും അതുപോലെ തന്നെ ആഭിചാര ക്രിയകൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് മലബാറിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇടപെടുന്നതിന് വേണ്ടി, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി ജാഗ്രതാ സമിതിയെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയും ജാഗ്രതാ സമിതിക്ക് നിർദ്ദേശം കൊടുക്കാനും വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.